നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയാണ് CPI. CPIയെ ഇടതുമുന്നണിയിൽ നിന്നും UDF എത്തിക്കാനുള്ള നീക്കങ്ങൾ ഇടക്കാലത്ത് സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. 1970 മുതൽ ഏതാണ്ട് 80 വരെ UDF അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഘടകകക്ഷിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അഥവാ CPI. പിന്നീട് ഇടതുപക്ഷ ഐക്യത്തിന്റെ പേരിൽ CPI CPM-നൊപ്പം ചേർന്നു. 1980 മുതൽ അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലും CPI CPM-നോടൊപ്പം ഇടതുമുന്നണിയിലാണ്. എന്നാൽ ഇടക്കാലത്ത് CPM-നോട് വലിയ ആശയപരമായ അകൽച്ച CPI പ്രദർശിപ്പിക്കുന്നുണ്ട്. ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം BJP-ക്കെതിരെ ഒന്നിക്കാൻ CPM-ഉം CPI-യും കോൺഗ്രസുമായി കൈകോർക്കണമെന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പലതവണ നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ 2026 തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അധികാരത്തിൽ നിന്നും പുറത്തായാൽ പിന്നെ ബംഗാളിലെ അവസ്ഥ കേരളത്തിൽ ഉണ്ടാകുമെന്നും CPM പിന്നീട് ഒരിക്കലും അധികാരത്തിൽ തിരിച്ചു വരികയില്ലെന്നും അതുകൊണ്ട് CPI എന്തെങ്കിലും ഒരു സുരക്ഷിതമായ സ്ഥാനം നോക്കുന്നത് നന്നായിരിക്കുമെന്നുള്ള അഭിപ്രായം ആ പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളായി പിണറായി വിജയൻ സർക്കാരിന്റെ, പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് CPI-ക്കുള്ളിൽ നിന്നും ഉയരുന്നത്. ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം പിണറായി സർക്കാർ എന്ന് വെച്ചാൽ CPI മന്ത്രിമാർ ഉൾപ്പെടുന്ന രണ്ടാം പിണറായി സർക്കാർ നിരാശാജനകമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന് CPI നേതാക്കൾ അവരുടെ കമ്മിറ്റികളിൽ നിരന്തരം അഭിപ്രായപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2026 തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വൻ തിരിച്ചടി ഉണ്ടായാൽ പിന്നെ ഒരിക്കലും CPM കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു വരികയില്ലെന്നും കേരളം ഇപ്പോൾ ബംഗാൾ പോലെയാകുമെന്നും CPI-ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ കൂടുമാറ്റം CPI-യുടെ മനസ്സിലുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ, UDF കൺവീനർ അടൂർ പ്രകാശ് അടക്കമുള്ളവർ CPI-യെ UDF മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നത്. UDF-ലേക്ക് CPI വരണമെന്നും 1970 മുതൽ C. അച്യുതമേനോനും K. കരുണാകരനും A. K. ആന്റണിയും എല്ലാം കൈകോർത്തുണ്ടായ മുന്നണിയാണ് കേരളത്തിന് വലിയ വികസന സംഭാവനകൾ നൽകിയതെന്നും അതുകൊണ്ട് CPI UDF-ലേക്ക് വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുന്നണിയിലുള്ള CPI-യുടെ പാത പിന്തുടർന്ന് കേരളത്തിലും CPI UDF-ലെത്തണമെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ CPI നേതാക്കളോട് പലതവണ പറഞ്ഞത്. എന്നാൽ അതിനെക്കുറിച്ച് ഞങ്ങൾ വരില്ല അല്ലെങ്കിൽ വരാൻ സാധ്യതയില്ല, ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊന്നും ബിനോയ് വിശ്വം അടക്കമുള്ള ഒരു CPI നേതാക്കളും നടത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. 1970-കളിൽ കേരളത്തിൽ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിലും SA ഡാംഗെ അടക്കമുള്ള CPI നേതാക്കൾ CPI പാർട്ടി തന്നെ ഇന്ദിരാഗാന്ധിക്കൊപ്പമായിരുന്നു. കോൺഗ്രസിനൊപ്പം ചേർന്ന് വർഗീയ വിപത്തിനെ നേരിടാമെന്ന തന്ത്രം CPI ആവിഷ്കരിച്ചത് 1969 മുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേന്ദ്രത്തിൽ BJP-യെ നേരിടാൻ, നരേന്ദ്രമോദിയെ നേരിടാൻ, സംഘപരിവാറിന്റെ ആസുരികമായ ഒരു ഭരണ നേതൃത്വത്തെ നേരിടാൻ CPI-യും കോൺഗ്രസും കൈകോർക്കണമെന്ന അഭിപ്രായം ആ പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും രൂഢമൂലമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ CPI-യെ UDF മുന്നണിയിലേക്ക് ക്ഷണിക്കാനുള്ള ചില നീക്കങ്ങൾ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത്. CPI ഇനി CPM-നൊപ്പം ഇടതുമുന്നണിയിൽ നിൽക്കേണ്ടതില്ലെന്നും CPM തകർന്നു കഴിഞ്ഞാൽ, അടുത്ത തവണ CPM-ന് ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇടതുമുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരികയില്ലെന്നും CPM ഒരിക്കലും കേരളത്തിൽ അധികാരത്തിൽ വരികയില്ലെന്നും അതുകൊണ്ട് CPI ഇനി ഇടതുമുന്നണിയിൽ നിൽക്കാതിരിക്കുന്നതാണ് നല്ലതെന്നുമുള്ള ബോധ്യപ്പെടുത്തലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ മുന്നോട്ട് വയ്ക്കുന്നത്. അത് CPI നേതാക്കൾ പലതവണ ചർച്ച ചെയ്യുകയും വലിയൊരു വിഭാഗം CPI നേതാക്കൾ, അതാണ് അടിവരയിട്ട് പറയേണ്ടത്, വലിയൊരു വിഭാഗം CPI നേതാക്കൾ മനസ്സുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണിയിലേക്ക് പോകാൻ തയ്യാറുമാണ്. ഒരിക്കലും ആശയപരമായിട്ട് കോൺഗ്രസും CPI-യും തമ്മിൽ ഒരു ഏറ്റുമുട്ടുണ്ടായിട്ടില്ല. CPM കോൺഗ്രസിനെതിരെ കടുത്ത നിലപാടെടുക്കുമ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി BJP ജയിച്ചാലും വേണ്ടില്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെടണമെന്നുള്ള നിലപാട് CPM കൈക്കൊള്ളുമ്പോൾ ഒരിക്കലും അത് പാടില്ലെന്നും BJP-ക്ക് എതിരെ CPM-ഉം CPI-യും കോൺഗ്രസും കൈകോർക്കണമെന്നുമാണ് പലപ്പോഴും CPI നേതാക്കൾ പറയാറുള്ളത്. അതുകൊണ്ട് CPI വരുന്ന തിരഞ്ഞെടുപ്പിന് മുമ്പ്, 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് CPI UDF-ലെത്താനുള്ള ഒരു സാധ്യത തെളിയുന്നുണ്ടെന്നാണ് ഇപ്പോൾ UDF-ൽ നിന്നും CPI-ൽ നിന്നും അറിയാൻ കഴിയുന്നത്. അതിന്റെ ചർച്ചകൾ എങ്ങനെയാണ് വികസിച്ചു വരിക എന്നുള്ളതിന്റെ ഒരു പ്രാഥമിക രൂപം ഇപ്പോൾ ആയിട്ടില്ലെങ്കിലും
CPM വലിയ തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ CPM ഇടതുമുന്നണിക്കും വലിയ തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ UDFിലേക്ക് വരുന്ന കാര്യം CPI ഗൗരവമായി ആലോചിക്കുമെന്നാണ് ആ പാർട്ടിയുടെ നേതാക്കളിൽ നിന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.